പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും സുഖമായിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ മകനായ സോളമൻ രാജാവ് എഴുതിയ വചനം, സുഭാഷിതൻ്റെ പുസ്തകം 8 അധ്യായം 17 മുതൽ 21 വരെയുള്ള വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു, യാഗരൂകതയോട് അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തേക്കാൾ തങ്കത്തേക്കാൾ പോലും ശ്രേഷ്ഠമത്രേ. എൻ്റെ ഉൽപ്പന്നവും വിശിഷ്ടമായ വെള്ളിയേക്കാളും. ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും ചരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ ആഴം നമ്മളൊന്ന് മനസ്സിലാക്കണം. കർത്താവ് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. ഡിമാൻഡാണ്. കർത്താവ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുകയാണ്, നിങ്ങളെന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കും. എൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങളെ പൊതിയും. അപ്പം എന്നാൽ നമ്മൾ ചോദിക്കും, കർത്താവിനെ സ്നേഹിക്കാത്തവരെ കർത്താവ് സ്നേഹിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷേ അതിലേക്ക് എത്രയോ വിപരീതമായി, എത്രയോ വ്യത്യസ്തമായി കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നത്. കർത്താവിനെ അന്വേഷിക്കണം പ്രിയപ്പെട്ടവരെ. യാഗരൂകതയോട് അന്വേഷിക്കണം. അന്വേഷിക്കുന്നവൻ കർത്താവിനെ കണ്ടെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമക്കളായി നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരെങ്കിലും ഇത് കേൾക്കുന്നോ ഇല്ലയോ എന്നെനിക്കറിയണ്ട. കാരണം ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ, എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥന ഉയരുന്നതിന് മുൻപ് തന്നെ എൻ്റെ കർത്താവ് അത് കണ്ടു കഴിഞ്ഞു. ഈ പ്രാർത്ഥന എൻ്റെ കർത്താവ് വിശദീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഞാനിത് യൂട്യൂബിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാണട്ടെ, ആരെങ്കിലും ഇത് കേട്ട് മനസ്സിലാക്കട്ടെ, ആരെങ്കിലും ദൈവനാമത്തിൽ നിലനിൽക്കട്ടെ എന്ന് പറയാനാണ്. കഷ്ടതകളൊക്കെ കരകവിഞ്ഞൊഴുകും. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരുപാട് ശോധനകൾ കിട്ടും. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദൈവം നമ്മെ കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. അനന്ത കോടി നന്മകൾ കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എപ്പോഴും പറയും, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ നമ്മൾ ഓരോ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ മാതാപിതാക്കളുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് രൂപം കൊണ്ട എൻ്റെ എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും, എൻ്റെ മക്കളെയും ഭർത്താവിനെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും എൻ്റെ സ്നേഹിതരെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എനിക്കുള്ളവരെ എല്ലാവരെയും, എൻ്റെ പിതാവേ, എനിക്ക് വേണ്ടി എവിടെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനമുണ്ട്, അവരെ എല്ലാം അപ്പാ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ പരിശുദ്ധക്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യക്കരം കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും മൂടണമേ. അതോടൊപ്പം എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് എനിക്ക് ദാനമായി തന്ന സകലത്തിനെ അനുഗ്രഹിച്ച് വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മളെല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ കണ്ടുമുട്ടുന്നവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.